കർണാടകയിലെ കുട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്തു. 3 മലയാളികൾ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായി. ലിഫ്റ്റ് നൽകാം എന്ന് പറഞ്ഞ് കാറിൽ കയറ്റി സമീപത്തെ പ്ലാന്റേഷൻ കെട്ടിടത്തിൽ എത്തിച്ചായിരുന്നു പീഡനം. അരുൺ പൂപ്രമ്പ ബംഗളൂരുവിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് ഈ സംഭവത്തെപ്പറ്റി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, കർണാടകയിലെ കേരള കർണാടക അതിർത്തി കൂടിയായിട്ടുള്ള വിരാജ്പേട്ടയിലെ കുട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ 2 പെൺകുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥിനികളാണ്. അവർ സ്കൂൾ സമയം കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്കൂൾ സമയം കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. മറ്റു വാഹനങ്ങൾക്കും അവർ ഈ ലിഫ്റ്റ് ചോദിച്ച് കൈ നീട്ടിയിരുന്നു. അതിനിടെയാണ് ഈ പ്രതികൾ, നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളിൽ 2 പേർ സഞ്ചരിച്ചിരുന്ന കാറ് ആ പാതയിലൂടെ കടന്നു വന്നത്. അതിനിടെ ഇവർ കൈനീട്ടി ഇവർ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞു ഈ കാറിൽ കയറ്റുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ആ കാറിൽ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ പെൺകുട്ടികളുമായി തൊട്ടടുത്തുള്ള ഒരു പ്ലാന്റേഷൻ, ഒരു ടീ പ്ലാന്റേഷന്റെ ഒരു കെട്ടിടത്തിലേക്കാണ് ഈ പ്രതികൾ പോയത്. അവിടെ മറ്റു 3 പേർ, ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു 3 പ്രതികൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി ഈ 2 പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നതാണ് പറയുന്നത്. അതിൽ ഒരു പെൺകുട്ടി അതിനിടെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അതിനിടെ ഒരു പ്രദേശവാസി അത് കാണുകയും ഈ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. പെൺകുട്ടി നടന്ന കാര്യത്തെപ്പറ്റി ആ പ്രദേശവാസിയോട് പറയുന്നു. പിന്നീട് കൂടുതൽ നാട്ടുകാർ അവിടെ ഒത്തുചേർന്ന് കൈയോടെ ഈ പ്രതികളെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഇതിൽ 5 പേരാണ്, അതിൽ 3 മലയാളികളുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തോൽപ്പെട്ടി സ്വദേശികളായിട്ടുള്ള രാഹുൽ, മനു, സന്ദീപ് എന്നതാണ് മലയാളികൾ. കർണാടക നാദൻകാള സ്വദേശികളായിട്ടുള്ള നവീന്ദ്ര, അക്ഷയ്, ഈ 5 പേരാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ ഇന്ന് കോടതിയിൽ ഉൾപ്പെടെ ഹാജരാക്കും. ഈ പ്രതികൾക്ക് മുമ്പ് തന്നെ ഇത്തരം ചില ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. മറ്റു ചില കേസുകൾ ഉൾപ്പെടെ അവർ പ്രതികളാണ് എന്നതാണ് കുട്ട പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, അരുൺ പൂപ്രമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.